ഹലോ, ഇന്ന് രാവിലെ തന്നെ മക്കൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് സ്കൂളിലോട്ട് പോണത്. ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ എന്നും ഞാൻ അവിടെ വരെ കൊണ്ടാക്കലുണ്ട്, ഇന്ന് കൊണ്ടാക്കിയിട്ടില്ല. എൻ്റെ സിത്തുവിനൊരാഗ്രഹം, എല്ലാവരും ഒറ്റയ്ക്കാണ് കിറ്റും പിടിച്ച് വരില്ല, അപ്പോൾ അവൾക്കും പോകണമെന്ന്. അങ്ങനെ അവർ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഓല രണ്ടാളും കൈ പിടിച്ച് നല്ല മക്കളായി പോകുന്നുണ്ട്. ഞാൻ റോട്ടിൽ നോക്കി നിൽക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓഫീസിലെത്തിയപ്പം ഫസ്റ്റിനൊന്ന് ചോദിച്ചു, അവളുടെ കൂടെ ഒന്ന് ബ്ലഡ് എടുക്കാൻ വന്നിരുന്നു. നമ്മൾ വണ്ടി ഓടിക്കില്ല, അപ്പോൾ അങ്ങനെ അവളുടെ കൂടെ പോയി കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ അവൾ ഓട്ടോ വിളിച്ച് പോകണം. അപ്പോൾ ആ കൂലി എനിക്ക്, ഓട്ടോൻ്റെ കൂലിയോളം എനിക്ക് തരും കേട്ടോ. അതിനകത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഉച്ചയപ്പം ഫുഡും കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടോ. കാരണം ഇന്ന് ജംഷി ലീവായതുകൊണ്ട് തന്നെ ഓഫീസ് അടച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ ലേറ്റ് ആയാലും മക്കളെ കൂട്ടാൻ ലേറ്റ് ആവും, അതുകൊണ്ട് പിന്നെ അതിന് നിന്നില്ല. നേരെ മക്കളെയും കൂട്ടി ഞാൻ വീട്ടിൽ പോയി ചായ കുടിച്ചതിന് ശേഷം നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ആദ്യക്കുട്ടൻ്റെ താടിമേൽ ഒരു പാലുണ്ണി പോലെ ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ നിന്ന് കളിച്ചപ്പോൾ പൊട്ടി. അങ്ങനെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അടങ്ങിയിരിക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര നല്ല കുട്ടികളൊന്നും, ഇത്ര നല്ല കുട്ടികളൊന്നും അല്ലെന്ന് വെയ്യാത്തത് കൊണ്ടുള്ള അടങ്ങിയിരിപ്പാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ മിഠായി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.